ഹലോ, കാനഡയിൽ വാങ്ങാൻ പറ്റിയ നല്ല അടിപൊളി സെഡാൻസ് $50,000 താഴെയുള്ള വണ്ടികൾ ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം. ഒട്ടും സമയം കളയാണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് മാസ്തേൻ്റെ വണ്ടികളിലാണ്. ആ മാസ്തേൻ്റെ വണ്ടികളിൽ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ്ത 3 ഉണ്ട്. മാസ്ത 3 അടിപൊളിയായിട്ടുള്ളൊരു വണ്ടിയാണ്. മേടിക്കാൻ പറ്റിയ, കൺസിഡർ ചെയ്ത് ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് മാസ്ത 3 വരുന്നത്. പിന്നെ നമ്മൾ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അക്യൂറേൻ്റെ വണ്ടികളിലേക്ക് വരുമ്പോഴത്തേന് ഇൻറ്റഗ്ര നല്ലൊരു കിടുക്കൻ വണ്ടിയാണ്. നമുക്ക് ഹോണ്ടേൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു റിഫൈൻമെൻറ്റ് കാര്യങ്ങൾ അതിനേക്കാൾ റിഫൈൻമെൻ്റ് ഉള്ള വണ്ടിയാണ്, റിലയബിളാണ്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു പ്രീമിയം സെഡാനാണ് നമുക്ക് അക്യൂറ വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിയ ഹുണ്ടായി വണ്ടികളിൽ, കിയ ഹുണ്ടായിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട വെച്ചാൽ K4ഉം അതുപോലെ സൊനാട്ടയും. ഇത് രണ്ടുമാണ് എനിക്ക് കിയയിലും ഹുണ്ടായിലും ഇഷ്ടപ്പെട്ട 2 സെഡാൻസ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വരുമ്പോഴത്തേനും നമ്മുടെ മെയിൻ താരങ്ങളായിട്ടുള്ള ഹോണ്ടയും ടൊയോട്ടയും. ഹോണ്ടയിലേക്ക് വരുമ്പോഴത്തേനും എനിക്ക് 2 വണ്ടികൾ അഗെയിൻ സെഡാനിൽ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്നത് നമുക്കൊന്ന് അക്കോർഡും അതുപോലെ സിവിക്കുമാണ്. സിവിക്കിലേക്ക് വരുമ്പോഴത്തേനും ഒരു പോരായ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് നമുക്ക് കിട്ടത്തില്ല. പക്ഷേ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഹാച്ച് വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക സ്പോർട്ട് വേർഷൻസൊക്കെ നമുക്ക് അതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ ഹൈബ്രിഡ് ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള വണ്ടി കൂടിയാണ് നമ്മുടെ സിവിക്ക്. അതുപോലെ നമ്മൾ നമ്മുടെ അക്കോർഡിലേക്ക് പോകുന്ന സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലോങ് വീൽ ബേസ് ആയിട്ടുള്ള ഇഷ്ടം പോലെ സ്ഥലമുള്ളൊരു വണ്ടിയാണ് നമുക്ക് അക്കോർഡ് വരുന്നത്. അതിനകത്ത് ഓൾ വീൽ ഡ്രൈവ് കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് കിട്ടും. നമുക്കതിനകത്തൊരു നെഗറ്റീവായിട്ട് പറയാനൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു കിടുക്കൻ വണ്ടിയാണ്. പുതിയ ഡിസൈൻ കുറച്ച് പോളറൈസിങ് ആണ്, അത് മാത്രമേ ഉള്ളൂ അതിനകത്തൊരു ചെറിയൊരു സെറ്റ് ബാക്ക് പറയാൻ വേണ്ടി. അല്ലെങ്കിൽ നല്ലൊരു കിടുക്കൻ ബൈ തന്നെയാണ് നമ്മുടെ ഒരു അക്കോർഡ്. നമുക്ക് ടൊയോട്ടയിലേക്ക് വരുമ്പോൾ 2 വണ്ടികളാണ്. 2 വണ്ടികളിൽ ഒന്ന് നമുക്ക് കൊറോള വരുന്നുണ്ട്. ഒബ്വിയസ്ലി രണ്ടാമത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാമറ വരുന്നുണ്ട്. കൊറോള നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് പോസിറ്റീവ്സ് പറയാൻ വേണ്ടി നല്ല റിലയബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്, പ്രൂവൺ എഞ്ചിനാണ്. ഒരുപാട് മീൻസ് ലോകത്തെമ്പാടും ഓടുന്ന വണ്ടിയാണ് നമുക്ക് കൊറോള വരുന്നത്. അതിനകത്ത് ഓൾ വീൽ ഡ്രൈവ് നമുക്ക് വരുന്നുണ്ട്. അത് നമുക്ക് സിവിക്കിൽ ഇല്ലാത്തൊരു സാധനം നമുക്ക് കൊറോളയിലുള്ള ഒരു സാധനമാണ്. നമുക്ക് ഈ ഒരു ഓൾ വീൽ ഡ്രൈവ് വരുന്നുണ്ട്, ഹൈബ്രിഡ് കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു കോമ്പാക്ട് സെഡാനാണ് നമുക്ക് ഈ ഒരു കൊറോള വരുന്നത്. അതേ സമയത്ത് ഒരു ഫുൾ സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു സെഡാൻ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഒരു വണ്ടിയാണ് നമ്മുടെ ക്യാമറയിലേക്ക് വരുമ്പോഴത്തേനും ഓൾ വീൽ ഡ്രൈവ് വരുന്നുണ്ട്, ഹൈബ്രിഡ് വരുന്നുണ്ട്. ഇൻറ്റീരിയർ ക്വാളിറ്റി നല്ലതാണ്, റിലയബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്. ടൊയോട്ടേൻ്റെ ആ ഒരു എന്താ പറയുക സർവീസിൻ്റെ കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ വാങ്ങാൻ പറ്റിയ ഒരു 3-4 വണ്ടികൾ ഞാൻ പെട്ടെന്ന് ഇച്ചിരി ബ്രാൻഡുകൾ വെച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കാനഡയിൽ വാങ്ങാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള സെഡാൻസ് വരുന്നത്. ഇതിൻ്റെ ഒരു SUV വേർഷൻ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം, അല്ലെങ്കിൽ മേളിൽ എവിടെയെങ്കിലേക്ക് ആയിട്ട് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. വാങ്ങാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് DM ചെയ്യുക. നമുക്ക് ഒൻറ്റാരിയോയിൽ എവിടെ വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരാൻ പറ്റും. നമുക്ക് അറിയാവുന്ന ഒരുപാട് ഡീലർഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവരുമായിട്ട് കണക്ട് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തായാലും DM ചെയ്യുക. ഞാൻ എന്തായാലും പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. യൂസ്ഡ് ആണെങ്കിലും പുതിയ വണ്ടികളാണെങ്കിൽ ഏതൊരു വണ്ടികളാണെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. താങ്ക് യു.